Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ജ്യൂസിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വെയിലത്തൊക്കെ നല്ല ക്ഷീണിച്ച് കുഴങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ദാഹവും ക്ഷീണവും ഒക്കെ മാറാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം നമുക്ക് തോലൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ പറ്റിയ ഒരു ജ്യൂസാണ്. അപ്പോൾ ഈ 2 റോബസ്റ്റ പഴവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റോബസ്റ്റ പഴം തന്നെ വേണമെന്ന് നിർബന്ധമില്ല, സാധാരണ ചെറുപഴം ആയാലും മതി. റോബസ്റ്റ പഴത്തിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മളിങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത്. അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് സിറപ്പാണ്. ഒരു 1/4 കപ്പ് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് സിറപ്പ് കയ്യിലില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു പിങ്ക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ തിളപ്പിക്കുകയൊന്നും ചെയ്യാത്ത സാധാരണ വിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പാൽ മുഴുവനായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി റോസ് സിറപ്പ് ഇല്ലെങ്കിൽ ഇതിന് വരെ ബൂസ്റ്റോ ഓർലിക്സോ ഒക്കെ ചേർക്കാവുന്നതുമാണ്. അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് പൊടിയും ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റാം. പാലിന് അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ് ചേർക്കാത്തത്. നിങ്ങൾക്ക് കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബ് കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതേപോലെ 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഏകദേശം ഒരു 4-5 ആൾക്ക് കുടിക്കാനുള്ള പാകത്തിനുള്ള ജ്യൂസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിലൊരു അല്പം പിസ്ത എന്ന് ക്രഷ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.